ഹായ്, എൻ്റെ പേര് ഡിക്സൺ. ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആയിരുന്നു. 2019 ഗ്രാജുവേറ്റ് ആണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു ഗ്രാജുവേറ്റ് ചെയ്തത്. എൻ്റെ വീട് ഇവിടെ ICDക്ക് അടുത്ത് തന്നെയാണ്. കുറച്ചൊരു 5 മിനിറ്റ് യാത്ര ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബിടെക് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണം തോന്നി. അങ്ങനെയാണ് ICDയിലോട്ട് എത്തിയത്. ICDയിലോട്ട് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഞാനിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ICDയെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നി. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തു. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിലൊരു ഇൻട്രസ്റ്റ്, എനിക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്തു. എനിക്ക് ഇവിടെ ICDയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഗുണമായിട്ട് തോന്നിയത് ഇവിടുത്തെ സോഴ്സ് മെറ്റീരിയൽസ് ആണ്. അതായത് ടോപ്പിക് വൈസ് നമ്മൾ ചെയ്ത് പഠിപ്പിക്കുന്നത്. അത് ഇവിടെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക് വൈസും ഏറ്റവും ചെറിയ ലെവൽ തൊട്ട് മെയിൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് സെറ്റ് നമ്പർ 1, സെറ്റ് നമ്പർ 2 അങ്ങനെ തരുന്നുണ്ട്. അതാണ് എനിക്ക് ഇവിടുന്ന് ഉള്ള കിട്ടിയതിൽ വളരെ പ്രയോജനമായിട്ട് തോന്നിയ കാര്യം. അങ്ങനെ ആ സെറ്റുകളെല്ലാം ലൈബ്രറി ഇരുന്ന ആ സെറ്റുകളെല്ലാം ചെയ്തപ്പോൾ തന്നെ ഓരോ ടോപ്പിക്കും നല്ല രീതിയിൽ മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെ ക്വാൺസും റീസണിങ്ങും ഒരുവിധം ആ രീതിയിലായി. ഇംഗ്ലീഷ് എനിക്ക് ഒരുവിധം മുമ്പ് തന്നെ ഒരു ഗ്രിപ്പുള്ള സബ്ജക്റ്റാണ്. അതുകൊണ്ട് അത് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ സബ്ജക്റ്റ് വൈസ് എല്ലാം റെഡി ആയി കഴിഞ്ഞ് പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് സബ്ജക്റ്റ് വൈസ് നല്ല അറിയാമെങ്കിൽ സ്പീഡ് ഒരു വിഷയമായിരുന്നു. അപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതൊന്ന് റെഡിയായി തുടങ്ങിയത്. അങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്താണ് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം എന്നുള്ളൊരു ലെവലിലോട്ട് എത്തിയത്. അങ്ങനെ പിന്നെ കുറച്ച് പ്രിലിംസ് ഒക്കെ കിട്ടിയിരുന്നു. മെയിൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴും അവിടെയും മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എനിക്ക് അവിടെ സ്പീഡ് ഇത്തിരി പ്രശ്നം ഉണ്ടാകുന്നുണ്ടായിരുന്നു. മെയിൻസ് ലെവലിൽ ഏത് ക്വസ്റ്റ്യൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ 1-2 മെയിൻസ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീക്ക്നെസ്സുകൾ മനസ്സിലായി, എവിടെയാണ് എനിക്ക് ടൈം കൂടുതൽ പോകുന്നത്. പിന്നെ ഒരു പ്രധാന പ്രശ്നം GA പഠിക്കുന്നതായിരുന്നു. അതും എൻ്റെ ഒരു പോരായ്മ, എനിക്ക് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന അതിനുള്ള ഒരു കാലിബർ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതും ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി. അങ്ങനെ ഓരോ എക്സാമിന് നമുക്ക് പോകുമ്പോഴാണ് ചില മെയിൻസൊക്കെ 3 മാർക്കിനും അങ്ങനെ ജസ്റ്റിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അതിരുന്ന് അനലൈസ് ചെയ്യും എവിടെയാണ് പോയത്. അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ നല്ലത് നോക്കി GA കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഇപ്പോൾ IBPSൻ്റെ EPO മെയിൻസ് കിട്ടിയതും. പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഇവിടെ JK സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇൻ്റർവ്യൂവിന് വരാൻ പോസിബിൾ ആയിട്ടുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും പുള്ളി കവർ ചെയ്തു. ആക്ച്വലി ഇവിടെ സാറ് പറഞ്ഞ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ ഇരുന്നപ്പോൾ ചോദിച്ചതും. ഞാൻ 3 ഇൻ്റർവ്യൂ SBI മെയിൻസ്, IBPS മെയിൻസും അതേപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും എക്സാം ക്ലിയർ ചെയ്തു. അപ്പോൾ ഇത് 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം ഈ 3 ഇൻ്റർവ്യൂവിനും ഇവിടെ JK സാറ് പറഞ്ഞു തന്ന ഒരുവിധ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു ചോദിച്ചത്. ബാങ്കിങ് ഗവർണൻസ് ആയാലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ആയാലും. അപ്പം എല്ലാത്തിനും ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു. സോ എനിക്കതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നൊരു വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ഇൻ്റർവ്യൂവിന് ഒരുവിധം സ്കോർ ചെയ്യാനും സാധിച്ചു. അത് വെച്ച് തന്നെയാണ് എനിക്ക് IBPS PO കിട്ടിയത്. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യാനുള്ളവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാനും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് കുറച്ച് നാളായിരുന്നു, 1 വർഷത്തിൽ കൂടുതലായി. അപ്പോൾ ഒരു പോയിന്റിലും നിങ്ങൾക്കിത് കിട്ടുന്നില്ല എന്ന് കരുതി നിരാശ കൊണ്ട് നിർത്തരുത്. നിങ്ങൾക്ക് ഒരുവിധം കുറച്ചാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ ചിലർക്ക് 1 വർഷം കൊണ്ട് കിട്ടി, ചിലർക്ക് 8 മാസം കൊണ്ട് കിട്ടി. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടിയേ പറ്റുമെന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം സമയം എടുക്കുമായിരിക്കും. പക്ഷേ നിങ്ങളത് വേണ്ടി വർക്ക് ചെയ്താൽ ഇത് കിട്ടാതിരിക്കാതൊന്നുമില്ല. കാരണം ബാങ്ക് എക്സാംസ് എപ്പോഴും വരുന്നുണ്ട്. ഒരു വർഷത്തിൽ തന്നെ 6-8 ബാങ്ക് എക്സാംസ് വെച്ച് വരുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. സോ സമയം നമുക്ക് അത്ര പ്രശ്നമല്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്താൽ എന്തായാലും കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് എന്തായാലും ഇത് കിട്ടാതിരിക്കില്ല. താങ്ക് യു.